സത്യം, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോ ഉണ്ടായിരുന്ന രമാമായി അല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അമ്മായിയുടെ വീറും വാശിയൊക്കെ ചോർന്നുപോയി. പഴയ രമാദേവിയുടെ നിഴല് മാത്രം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അവളെ ഇവിടെ ഇങ്ങനെ നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ, ഒരാള് തന്നെ ദ്രോഹിച്ചെന്ന് തോന്നലുണ്ടായ തന്നെ അയാളെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന ആളാ രമേച്ചി. ഇപ്പൊ വിഷം ചേർത്ത് ജ്യൂസ് നൽകി തന്നെ കൊല്ലാൻ ശ്രമിച്ച ചിന്നുവിനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടിരിക്കുന്നു. അവൾക്കൊരു ചെറിയ ശിക്ഷ പോലെ രമേശ് കൊടുത്തിട്ടില്ല. എന്താണ് അവരുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇത്. രണ്ടുപേരും വെറുതെ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കണ്ട. കുഞ്ഞോക്ക് വിഷം നൽകിയത് ചിന്നുവല്ല എന്നുള്ള കാര്യം മറ്റാരേക്കാരും നന്നായിട്ട് അറിയാവുന്ന കുഞ്ഞോക്ക. അത് ചെയ്തത് ചിന്നു അല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, അത് ചെയ്തത് ചിന്നുവല്ല, മറ്റാരുമാണ്. മറ്റാർക്കാണ് രമാമായിക്ക് വിഷം കൊടുക്കാൻ ധൈര്യം? ഒരു ഈച്ചയെ പോലും ഉപദ്രവിക്കാത്ത പെണ്ണ ചിന്നു. ശത്രുക്കളോട് പോലും അവൾ കരുണ കാണിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ മുഖത്ത് നോക്കി പറയും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേർക്ക് നേരെ ഒന്നും ചെയ്യുകയും ചെയ്യും. എനിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും ഒരു കാര്യം സമ്മതിക്കാതെ തരമില്ല. ചിന്നു ചതിക്കില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും അവളെ ശത്രുവായി കാണുന്നുണ്ടല്ലോ. നമ്മൾ കള്ളത്തരം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നല്ലവരെ കാണുമ്പോൾ നമുക്ക് ചോദിക്കും. മനസ്സിലായില്ലേ? എങ്കിൽ പിന്നെ വിഷം കൊടുത്തത് ആരായിരിക്കും? അത് ഈ വീട്ടിൽ താമസിക്കുന്ന അർജുനും മഹി ഒഴികെ മറ്റാര് വേണമെങ്കിലും ആവാം. ഇവിടെയുള്ള പല ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കുഞ്ഞോളാ. അതിലെ നീയും ഞാനും നമ്മുടെ മോളും ഐശ്വര്യയും ജയരാമനും എല്ലാം ഉൾപ്പെടും. ജയരാമേട്ടനോ? അളിയൻ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അളിയനടക്കം എല്ലാവരെയും നിയന്ത്രിക്കുന്നത് കുഞ്ഞോളായതുകൊണ്ട് കുഞ്ഞോളൊന്ന് വീണ്ടുപോയാലേ എല്ലാവർക്കും സ്വാതന്ത്ര്യവും സ്വന്തം കാര്യം നോക്കേണ്ട അവസരവും കിട്ടും. അതിനുവേണ്ടി ആർക്കും ഇത് ചെയ്യാം. നീയും ഞാനും ഇവളും സംശയത്തിന്റെ പട്ടികയിൽപ്പെടാം. മനസ്സിലായോ? രമേശിക്ക് ആരോഗ്യം വീണ്ടു കിട്ടിയാ പിന്നെ നമ്മുടെ കാര്യം കഷ്ടാവും. സംശയം തോന്നുന്നവരെ തേടി പിടിച്ച് തല്ലി കൊല്ലുന്ന ഇനമാ രമേശി. എന്തായാലും തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്നുള്ള വ്യക്തമായൊരു സൂചന കുഞ്ഞോക്ക് കിട്ടിയിട്ടുണ്ട്. അവളൊരു മണ്ടിയൊന്നുമല്ല. പക്ഷേ ഇവിടെ അവൾ ഓരോരുത്തരോടും മര്യാദയ്ക്ക് സംസാരിക്കുമ്പോഴും